കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. കണ്ണൂർ പോലീസ് സൊസൈറ്റിയുടെ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്കിടെ ഒരു പ്രതിഷേധം രഹസ്യമായി നടത്തുന്നുവെന്നാണ് ആരോപണം. പ്രതിഷേധക്കാർ ഹാൾ ടിക്കറ്റുകൾ കീറി എറിഞ്ഞിട്ടുണ്ട്. പരീക്ഷാ സെന്ററിൽ KSU പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. പ്രതിഷേധക്കാരെ പൂട്ടിയിട്ടിട്ടുണ്ട്. പത്രത്തിൽ പരസ്യം ചെയ്തതിന് ശേഷമാണ് പരീക്ഷ നടത്തുന്നതെന്ന് സൊസൈറ്റി ഭാരവാഹികൾ വിശദീകരിക്കുന്നു. അർജുൻ കല്യാടുണ്ട്. അർജുൻ, എന്താണ് സംഭവം? എന്താണ് ഈ പ്രതിഷേധത്തിന്റെ കാരണം? ഡോക്ടർ അരുൺ, കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയ്ക്കിടെയാണ് ഇത്തരമൊരു സംഘർഷ അന്തരീക്ഷം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ പരീക്ഷ വളരെ രഹസ്യമായാണ് നടക്കുന്നത്. അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഹോൾ ടിക്കറ്റ് പോലും നൽകാത്ത രീതിയിലാണ് ഈ എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. എക്സാം നടത്തുന്നത് എന്നാരോപിച്ചുകൊണ്ടാണ് ചില KSU പ്രവർത്തകർ ഇവിടത്തേക്ക് എത്തുകയും ഇവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്തത്. ഇപ്പോൾ നമ്മളോടൊപ്പം ആ KSU പ്രവർത്തകർ ചേരുന്നുണ്ട്. ആ KSU പ്രവർത്തകരോട് നമുക്ക് എന്താണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം അപേക്ഷ കൊടുത്തവരാ. അപ്പോൾ ഇതിന് മുന്നേ മൂന്നാൾ പരാതി കൊടുത്തു. ഇവർ ദേശാഭിമാനി പത്രത്തിൽ മാത്രം രണ്ട് തസ്തികയാണ് ഒഴിവ്. അതിൻ്റെ ഇത് കൊടുത്തു, വാർത്ത കൊടുത്തു. അപ്പോൾ അവർ പരാതി കൊടുത്തു. ഇവർക്ക് ബന്ധപ്പെട്ട ഒരു 10, 20, 25 ആൾക്കാർക്ക് മാത്രം ഇവർ ഇതിൻ്റെ ഓൾഷ നടക്കുന്ന അറിയിപ്പ് കൊടുത്തു. അപ്പോൾ അതെന്താ വെച്ചാൽ അത് ചോദ്യം ചെയ്തു. അത് വെച്ചാൽ മൂന്നാൾ അതിന് ജയർക്ക് പരാതി കൊടുത്തു. ജയറാണല്ലോ ഏറ്റവും വലിയ അധികാരി സഹകരണ സംഘത്തിൽ. അപ്പോൾ അവർക്ക് പരാതി കൊടുത്തു. ജയർ അതിനുള്ളൊരു നടപടി എടുത്തില്ല. അപ്പോൾ അതെടുക്കാത്തതിൽ അതിൽ 2 ആൾക്കാർ, അനുദീപും അശ്വന്തും, ഒരുത്തൻ തളിപ്പറമ്പാണ്, ഒരുത്തൻ നായാട്ട് പറയാണ്. ഇവർക്ക് ഇന്നലെയാണ് എക്സാമിൻ്റെ വിവരം മനസ്സിലായത്. ഞാൻ അറിയിപ്പായിട്ടല്ല ഈ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി ഞാൻ എക്സാം എഴുതാൻ വന്നതാണ്. ഞാനിവിടെ എക്സാം എഴുതാൻ നമുക്ക് പേപ്പർ തരുമ്പോൾ ഇവനോട് ഹോൾ ടിക്കറ്റ് ചോദിച്ചു. ഹോൾ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ സെക്രട്ടറി ഓൻ്റെ കോളറിനെ വിളിച്ചിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. നീ പുറത്ത് നീ എടുക്കണ്ട, കോളറിനെ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ നമുക്ക് വളരെ രഹസ്യമായിട്ടാണ് ഈ പരീക്ഷ നടത്തിയതെന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അതെ സംസാരിക്കുന്ന ടൈം ഉണ്ടായെന്ന് വെച്ചാൽ ഹോൾ ടിക്കറ്റ് ഇല്ലാത്ത ഒരു സ്റ്റുഡൻറ്റിൻ്റെ കോളറിനെ വിളിച്ച് നീ ആരാടെ ഇത് ചോദിക്കാൻ എന്ന ചോദ്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മുൻകൂട്ടിയുള്ള ആൾക്കാർ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഈ ഭരണമറവിൻ്റെ അടിസ്ഥാനത്തിൽ, ഭരണം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വേഗം തന്നെ ഇന്ന് തന്നെ ഇന്റർവ്യൂ നടത്തി ഇന്ന് തന്നെ നിയമനം നടത്താനുള്ള പരിപാടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകനെ ചോദ്യം അടിക്കുന്നത്, കോളറിനെ പിടിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ ഇടപെട്ടു. അപ്പോൾ എന്നോട് സെക്രട്ടറി എന്നോട് പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധത്തിന് വരുന്നത്. 4 പേര് അറിഞ്ഞിട്ട് നടത്തേണ്ട പരീക്ഷയല്ലേ അത്? KSUക്കാർ ചോദിക്കുന്നതിനകത്തൊരു ന്യായമില്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞിരിക്കുന്നു. നല്ല ചൂടുള്ള വാർത്തകളുമായി ബ്രേക്കിംഗ് അവേഴ്സുമായി പ്രേക്ഷകർക്കൊപ്പം എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് ചേരും. വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം നേരുന്നു. ബ്രേക്കിംഗ് അവേഴ്സിലേക്ക്, സ്മൃതിയിലേക്ക്.